ഈ നമ്മുടെ ഈ MDMA ടീച്ചർമാരുണ്ടല്ലോ വടകരയിലെ അവരെക്കുറിച്ച് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതിൽ 2 പേർ ഒരു ഇടതുപക്ഷ സംഘടനയുടെ സജീവ പ്രവർത്തകരായിരുന്നു എന്നാണ്. അല്ല, അത് തന്നെയാണ്. നമ്മളല്ലാതെ പിന്നെ ആര് സഖാക്കളെ എന്നാണല്ലോ ഇവർ ചോദിക്കുന്നത്. നമ്മളല്ലാതെ മറ്റാരാണ്? നമ്മൾ കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷത്തിനിടയിൽ ലഹരി മരുന്നുമായിട്ട് പിടിയിലായിട്ടുള്ള ആൾക്കാരെ എടുത്താൽ സ്ഥിരം കുറ്റവാളികളല്ലാതെ ഈ പാർട്ടിയുടെ തണലിൽ ലഹരി കച്ചവടം നടത്തി ഒരുപാട് പേരുണ്ട്. ഒന്നുകിൽ SFI നേതാവ്, അല്ലെങ്കിൽ DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി, അതല്ലെങ്കിൽ CPM-ന്റെ തന്നെ. ഇതിനകത്ത് എവിടെയോ പേരിന് ഒരു BJP-കാരനെ കിട്ടി, ഒരു യുവമോർച്ചക്കാരനെ മറ്റും കിട്ടി. ബാക്കി മുഴുവൻ ഇവർ തന്നെയാണ്. പാർട്ടി തന്നെയാണ് സ്പോൺസർ ചെയ്തത്. അതായത് ഉൽപാദനം, വിപണനം, വിതരണം, ഇവരൊക്കെ എനിക്ക് നല്ല ഇതുണ്ട്. ഇവരൊക്കെ ഈ നമ്മുടെ ഈ കോവിഡ് കാലത്ത് മുടക്കം കൂടാതെ ലഹരി വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ സന്നദ്ധ വോളണ്ടിയർമാരുടെ വേഷം കെട്ടിയിട്ട്, എല്ലാവരും ഇല്ല, അതും പറയണം, എല്ലാവരും ഇല്ല, നമ്മൾ അടച്ചു പറയുന്നില്ല, ഇതിനുള്ളിൽ ഉള്ളവരുണ്ട്. ഇതൊരു അവസരമായിക്കൊണ്ടാണ് ഇതിനകത്തൂടെ കഞ്ചാവും വാറ്റിയാരായും കടത്തിക്കൊണ്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്തരക്കാരെയൊക്കെ പോലീസ് തടഞ്ഞു നിർത്തിയപ്പോൾ ഇത് ഞങ്ങൾ MLA-യുടെ ആളാണെന്നും പറഞ്ഞ് പോലീസിനെ എടുത്തിട്ട് ചാടിക്കുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, എനിക്കറിയാം നമ്മുടെ അടൂറും പന്തളം മേഖല കേന്ദ്രീകരിച്ച് MDMA ആദ്യമായിട്ട് പിടിക്കുമ്പോഴൊക്കെ അതിനകത്തെല്ലാം ഒന്നിലൊരു CPM നേതാവിൻ്റെ മകനുണ്ട്, അല്ലെങ്കിൽ CPM-ൻ്റെയോ അവരുടെ പോഷക സംഘടനയുടെയോ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 2 ടീച്ചർമാർ 3 ടീച്ചർമാരെ പിടിച്ചതിൽ ഇവർ ഈ സംഘടനയുടെ ഭാരവാഹികളാണെന്നുള്ളതിൽ അതിശയോക്തിയോ അത്ഭുതമോ തെല്ലുമില്ല. കാരണം നമ്മളറിയാം, ആലപ്പുഴയിൽ അവിടുത്തെ കൗൺസിലറായിരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായ ഒരാളിൻ്റെ ലോറിയിലാണ് നമ്മുടെ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അത് എത്ര ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നം ഉണ്ടായിരുന്നു. അവസാനം ഈ ലോറി വേറെ ആളുടെ ആണെന്ന് വരുത്തി തീർത്ത് അത് അട്ടിമറിച്ച് മന്ത്രി സജി ചെറിയാനാണ്. ആ കേസ് അട്ടിമറിച്ചും സജി ചെറിയാൻ കേസ് അട്ടിമറിക്കുന്ന ഒരു പുത്തരിയല്ലല്ലോ, ഭരണഘടനാ കേസ് വരെ അട്ടിമറിച്ച ആളാണ്. സ്വന്തം കേസ് അട്ടിമറിച്ചാണ്. അപ്പം ആ കേസ് അട്ടിമറിച്ചത് സജി ചെറിയാൻ. ഇതെല്ലാം ഞാൻ പോട്ടെ, നമ്മുടെ നാട്ടിൽ തിരുവല്ല കേന്ദ്രീകരിച്ച് ഇതുപോലെ വലിയ പിടുത്തം ഉണ്ടായിരുന്നു. ഈ വലിയ അളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. ഈ പിടിച്ച് കഴിഞ്ഞ പിന്നാലെ അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇവർക്ക് നമുക്ക് ചില സൂചനകൾ കിട്ടി, ഇത് ഇന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അവിടുത്തെ CPM-ൻ്റെ ഉന്നത നേതാക്കളുടെ ഡയറക്റ്റ് പരിപാടിയാണ്. മറയും കാര്യമൊന്നുമില്ല, ബിനാമിയൊന്നുമില്ല. അന്വേഷണം അവരിലേക്കേ ചെല്ലത്തുള്ളൂ. പക്ഷേ അത് ചെന്നില്ല. ആ വണ്ടിയെ പിടിച്ച അപ്പാവികളെ വെച്ച് ഇത് കേസ് രജിസ്റ്റർ ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഈ ലഹരി കടത്ത് എന്ന് പറയുന്നത് ഇവർ നന്നായിട്ട് ഈ ഭരണം കൊണ്ടുവന്ന ലൂസിഫർ സിനിമ പോലെയാണ്. ഈ മധ്യ തിരുവിതാംകൂറിലെ നമ്മുടെ ഹൈറേഞ്ചിലെ കഞ്ചാവ് ഓട്ടങ്ങൾ നടത്തുന്ന എല്ലാ രാഷ്ട്രീയക്കാരുണ്ടെന്നല്ലേ പറയുന്നത്? അതെ, ഉണ്ടല്ലോ. കമ്പക്കല്ലി, കടവരി എന്നൊക്കെ പറഞ്ഞ് അന്നുണ്ടായിരുന്നു. ഇപ്പം കഞ്ചാവ് ഓട്ടം ഉണ്ടോന്നറിയാം. ഇപ്പോൾ ഒറീസയിൽ ഇവർ പാട്ടത്തിനെടുത്ത് നടത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ 2 പേരുടെ പേരാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. ഇവർ ഇടത് സംഘടനാ ഭാരവാഹികളാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. BRC-യിലെ അധ്യാപകരുടെ സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ KRTA, കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര ബ്രാഞ്ചിൻ്റെ കൺവീനറായിരുന്നു കാവ്യ എന്ന് പറയുന്ന അധ്യാപിക. ജോയിൻറ്റ് കൺവീനറാണ് കീർത്തന എന്നാണ് പറയുന്നത്. പിന്നെ ഒരു നീഷ്മ ഉണ്ടായിരുന്നു. അതെ, നീഷ്മയുടെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല. അവിടെയാണ് ഇത്. വേറൊരു കാര്യം, ഈ BRC നിയമനങ്ങളെല്ലാം കരാർ നിയമനങ്ങളാണ്. കരാർ നിയമനം എന്ന് പറഞ്ഞാൽ പാർട്ടി നിയമനമാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ മാത്രം നിയമിക്കാനുള്ള ഒരു കോർപ്പറേഷനിൽ പോലും കരാർ നിയമനം മേയർ അങ്ങോട്ട് ആവശ്യപ്പെട്ട പാർട്ടി ലിസ്റ്റ് തരാൻ എല്ലായിടത്തും ഇത് തന്നെ. ഈ കരാർ നിയമനങ്ങൾ മൊത്തം പാർട്ടിക്കാരുടെ നിയമനമാണ്. അപ്പോൾ 1 വർഷത്തേക്കാണ് നിയമനം എങ്കിലും രാഷ്ട്രീയ ബന്ധത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഫലമായി കരാറുകൾ ഓരോ വർഷവും ഇവർക്ക് തന്നെ പുതുക്കി നൽകുന്നു. അവിടെയാണ് പ്രശ്നം. ഇവരൊരാളൊരു കരാർ ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവസാനം ഇവരെ അവിടെ സ്ഥിരപ്പെടുത്തും. എത്ര വർഷത്തെ ജോലി ചെയ്താണ് സർവീസുള്ള ക്ലെയിം ഉന്നയിച്ച് ഇവരെ അവിടെ സ്ഥിരപ്പെടുത്തും. ഇതാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഈ ഒരു ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ഈ താൽക്കാലിക ജീവനക്കാരെ എടുത്തിട്ട് വീണ്ടും അവരെ സ്ഥിര ജീവനക്കാരാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ 2 അധ്യാപകരും
അവർ കുട്ടികൾക്ക് ഇതുവരെ ഇത് കൊടുത്തതായിട്ട് പറയുന്നില്ല, ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഉപയോഗം എങ്ങനെ വന്നു, ഇവരെങ്ങനെയാണ് ഈ മയക്കുമരുന്നിന് അടിമകളായത് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടന്നു വരുന്നത്. ഇതൊരുമാതിരി പണ്ട് കോവിഡ് വ്യാപിക്കുന്ന പോലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? അതെ. അതായത് ഒരിടത്ത് നിന്ന് ഒരാൾ തുമ്മിയ ഉടനെ അടുത്ത് നിൽക്കുന്ന 10 പേർക്ക് ഇത് വരുമോ എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇത് ഉപയോഗിക്കുന്നു, കൂടെ ഉള്ളവർക്കെല്ലാം കൊടുക്കുന്നു. ഇവർ ആഘോഷ ജീവിതം നയിക്കുന്നു, ഇവർ നിരന്തരം യാത്ര നടത്തുന്നു, റീൽസ് ഇടുന്നു, ഫോട്ടോ ഉണ്ടല്ലേ, ഗംഭീര ഡ്രസ്സൊക്കെ ഇട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഇവരെ ശമ്പളം 12,000 രൂപ മറ്റേ ശമ്പളമുള്ള ആളുകളാണ് ഇത്രയും ആഡംബര ജീവിതം നയിക്കുക, ആഡംബര കാർ വാങ്ങുകയൊക്കെ ചെയ്തത്. ഇവർക്കെതിരെ നേരത്തെ പരാതി എന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരാതി എന്നത് ഈ പരാതി മൂടി വെച്ചു. അപ്പോൾ ഇപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ ഈ KRTA എന്ന് പറയുന്ന സംഘടന പറയുന്നത് ഇവർ നേരത്തെ എങ്ങാണ്ടായിരുന്നു ഭാരവാഹികൾ, ഇപ്പോൾ അല്ല. പക്ഷേ അംഗങ്ങളായിരിക്കുമല്ലോ, അംഗങ്ങളായിരിക്കണമല്ലോ. ഇവരെനിക്ക് തോന്നുന്നു ഈ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു തോന്നുന്നു ഇതിൻ്റെ അംഗങ്ങൾ. ഏതാ MDMA കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഇതിൻ്റെ ഭാരവാഹികളായിട്ടിരുന്നത് എന്നാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ യുവതികളെ കണ്ട നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം പറയും? ഒന്നും പറയില്ല. മാത്രം സുംബ ഡാൻസ് ആയിരിക്കുകയാണ് ഈ കൂട്ടത്തിലുള്ളത്. ലഹരിക്കെതിരെ സുംബ ഡാൻസ് കളിക്കുക, രാവിലെ MDMA അടിച്ചുകൊണ്ടാണ് ഈ സുംബ ഡാൻസ് കളിക്കുന്നത്. സുംബാഹോ എന്നും പറഞ്ഞ് ഡാൻസ് കളിക്കുന്നത്. എന്താണെങ്കിലും ഒരു വല്ലാത്ത അവസ്ഥ തന്നെ. ഈ ഭരണം, ഈ ഇടത് ഭരണം ഒരു 5 വർഷം കൂടി നീണ്ടിരുന്നെങ്കിൽ മലയാളികളോട് നമ്മൾ നന്ദി പറയണം. അത് പറഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞു, വലിയ ഒരു വിപത്തിനെ അവർ ഒഴിവാക്കി വിട്ടു. ഈ ഇടത് ഭരണം ഒരു 5 വർഷം കൂടെ നീണ്ടിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഒട്ടുമിക്ക യുവജനങ്ങൾ മുഴുവൻ MDMA കച്ചവടക്കാരും പിന്നെ ഇത് ഉപയോഗിക്കുന്നവരുമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലെ ഇവിടെ ഗ്യാങ് വാറുകളും കൊളംബിയയിലേക്ക് പോലെ ഗ്യാങ് വാറുകളും കൊലപാതകങ്ങളും അധോലോകം പോലെ. ഇപ്പോൾ അന്ന് ആന്റിയൻ എസ്കോബാർ എന്ന് പറയുന്ന ഫുട്ബോളറെ വെടിവെച്ച് കൊന്നില്ലേ കൊളംബിയയിൽ. അപ്പോൾ ഇതൊക്കെ പോലെ ഈ നാട്ടിലെ യുവജനങ്ങളിൽ ഒരു വലിയ വിഭാഗം വഴിതെറ്റി പോകുമായിരുന്നു. ഇപ്പോൾ തന്നെ നോക്കുക, അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്ന മക്കളും ഉണ്ട്. അതെ, ഈ അച്ഛനെയും അമ്മയും കൊന്ന ചെറുപ്പക്കാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കി എത്ര പേരുണ്ട് കേരളത്തിൽ. ഇത് കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യമല്ലേ. ഈ കഞ്ചാവ് വലിക്കുന്നുണ്ടല്ലോ, കഞ്ചാവ് വലിക്കുന്നത് ഇപ്പം ഒരു സിഗരറ്റ് വലിക്കുന്ന പോലെ കോമൺ ആയി കഴിഞ്ഞു. കഞ്ചാവ് എവിടെ അവൈലബിൾ ആണ്? അതിനെക്കാട്ടിൽ അവൈലബിൾ ആണ് ഈ മാരകമായ രാസവസ്തു, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ഇത് കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ ചെടിയാണ്. കഞ്ചാവ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുമുണ്ട്. അതിന് കഞ്ചാവ് മേടിക്കുന്നതിന് ലൈസൻസും കൊടുക്കുന്നുമുണ്ട്. കഞ്ചാവ് ഔഷധ നിർമ്മാണത്തിന്, സ്പിരിറ്റ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ MDMA പക്ഷേ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതല്ല, അത് നാച്ചുറൽ അല്ലല്ലോ, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന. വാർണിഷ് അടിച്ച ആളിൽ മരിക്കുന്ന ഒരു രീതിക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. നാട്ടിലും കേരളത്തിലൊക്കെ വാർണിഷ് എടുത്ത് കുടിച്ചിട്ട് മരിച്ചു പോണത്. അപ്പൊ അതൊക്കെ നിർത്തി. ഇപ്പൊ എല്ലാം MDMA പറയുന്നത് ഇതൊക്കെ വാർണിഷിന്റെ വേറെ രൂപങ്ങളാണ്. ഇതെല്ലാം വരുന്നതല്ല. ഒന്ന് അതിന്റെ ഗന്ധമാണെന്ന്. ചിലർക്ക് ഈ ചില ഗന്ധങ്ങൾ ഉത്തേജകമാകും. അത് അങ്ങനെ ഈ വാർണിഷിന്റെ ഗന്ധം നമുക്ക് ചിലർക്ക് പെട്രോളിന്റെ ഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചു. അതെ, അങ്ങനെ ഓരോന്നിന്റെ ഓരോ കക്ഷികളാണ്. എന്താണെങ്കിലും ശരി, പുതുതലമുറയ്ക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ, അവർ ഇടത് തത്വശാസ്ത്രത്തിൻ്റെ പുറത്താണ് ഈ അധ്യാപകരായിട്ട് ജോലിക്ക് കയറിയത്. അതേ ഇടത് ചിന്താഗതിക്കാർ ഇവിടെ മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ പോരാടുന്നു എന്ന് പുറമേ നടിക്കുകയും പിന്നിലൂടെ കച്ചവടം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് ഏറ്റവും നല്ല തെളിവാണിത്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഇത്തരം ആരോപണങ്ങളുടെ വ്യക്തമായ തെളിവാണിത്. എന്താണെങ്കിലും ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തം, അതായത് ഈ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ഈ ലഹരി ഉപയോഗം അല്ലെ ലഹരി വിപണനം, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി പിണറായി വിജയനാണ്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ ഒരു ലഹരി വ്യാപന സംസ്ഥാനമാക്കി മാറ്റി. വിജയനെ പാവത്തിന് നമ്മൾ ഇനി വിട്ടേക്കാം. അയാൾ ഇതൊന്നും അറിഞ്ഞാണല്ലോ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അദ്ദേഹം നെയ്മീനെ കഴിച്ചുണ്ടായിരുന്നാണ്. ബാക്കിയുള്ള ഈ വിദ്വാന്മാരും അയാളെ വീട്ടുകാരും കൂടെ ചേർന്നായിരിക്കും ഇവിടെ ഭരിച്ചെല്ലാം നടത്തിയിട്ടുള്ളത്. എന്തായാലും അവർ ആവശ്യം പോലെ സമ്പാദിച്ചു. ഇപ്പോൾ ഒരാൾ വീട്ടിലിരിക്കുന്നു, മറ്റൊരാൾ എവിടെ പോയെന്ന് അറിയില്ല. P ശശി എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അൻവർ എവിടെയെന്ന് ആർക്കും അറിയില്ല. പിണറായി വിജയൻ മാത്രം കോല നടന്ന് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ആ വിളിച്ച് പറഞ്ഞ് 15 മിനിറ്റും സതീശൻ്റെ ഒരു മറുപടി വരും. അതോടുകൂടി പിന്നെ ഇല്ല, മറുചോദ്യം ഇല്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.